തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പലയിടത്തും ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ല. 11 പഞ്ചായത്തുകളിലായി 43 വാർഡുകളിലാണ് ബിജെപി സ്ഥാനാർത്ഥികളില്ലാത്തത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തവണ ബിജെപി മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും മത്സരിക്കാൻ ആളില്ല. ടി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, നേരത്തെ പാലക്കാട് ബിജെപിയിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറി, 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള പോര്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ വാർഡുകളിലൊന്നും സ്ഥാനാർത്ഥികളില്ലാതെ പോയത്? ബിജെപിക്ക് വലിയ പ്രതിസന്ധി ആയിക്കൊണ്ടാണ് പലയിടത്തും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. 11 പഞ്ചായത്തുകളിലെ 43 വാർഡുകളിലാണ് ബിജെപി ഇത്തവണ സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയുള്ളത്. അതിൽ തന്നെ ചിറ്റൂർ തത്തമംഗലം വാർഡ് നഗരസഭയിലെ 5 വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. ഒപ്പം കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ബിജെപി പുതുനഗരം പഞ്ചായത്തിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. പക്ഷേ ഇവിടെ 4 വാർഡുകളിലാണ് ആളുകൾ മത്സരിക്കാനില്ലാത്തത്. അതോടൊപ്പം ആലത്തൂർ, അലനല്ലൂർ പഞ്ചായത്തുകളിലെ 5 ഇടങ്ങളിലും, വടകരപ്പതി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിലെ 4 വാർഡുകളിലും, കാരാക്കുറിശി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ 3 കിഴക്കഞ്ചേരിയിൽ 2 മങ്കരയിൽ 1 സ്ഥാനാർത്ഥികളില്ലാത്തത്. ബിജെപിയിൽ നേരത്തെ തന്നെ ആഭ്യന്തര കലഹം അതീവ രൂക്ഷമായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാലക്കാട് ബിജെപിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബിജെപി നഗരസഭയിലെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഉൾപ്പെടെ ബിജെപി ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാതെ മത്സരത്തിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ കൂടെയുള്ളത്. അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്.